പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള്, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയണം. ഇപ്പോൾ കരിസ്മാറ്റിക് മേഖല വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ച് കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്കിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റുപറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസം പ്രൊഫഷണൽ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണൽ അല്ല. അത് വെദർ യു ഹാവ് ഗിവൺ ദ ഗ്രേസ് ഓർ നോട്ട് ബൈ ദ വെരി പേഴ്സൺ യു ആർ ബീയിങ് ക്രിസ്ത്യൻ, യു മസ്റ്റ് പ്രൊക്ലെയിം ഗോസ്പൽ. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻ ഇസ് മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് ഗിവ് ടു അതേഴ്സ് യുവർ ഫെയ്ത്ത്. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. അല്ലാതെ ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി ഹു ആർ ബാപ്റ്റിസ്റ്റ് ഇൻ ഫെയ്ത്ത് ദേ മസ്റ്റ് ബി മിഷണറി. അതാണ് ഉടമ്പടി രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളിലും ഇത്രയും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. ഇനി ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറി ആണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും. ഞാൻ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല. ആ സമയത്തും ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം എന്ന്. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ പിന്നെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ അതാണ് നമുക്ക് അധികാരം നൽകണത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരണത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നീ
തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്? നമ്മളെ തന്നെ അവശതകളിൽ നിന്നും, പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും, ലാഭനഷ്ട കണക്കുകളിൽ നിന്നും, ആരോഗ്യ കണക്കുകളിൽ നിന്നും, കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവാണ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. അയ്യോ ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പം അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ് അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. അതാൻ്റെ ഏറ്റവും വലിയ വാക്കാണ്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വിശ്വാസം. ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാവും. ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, ദൈവത്തിരുസന്നിധിയിൽ സുവിശേഷം ജീവിക്കുന്നവരാണ്. സുവിശേഷം ജീവിക്കുന്നവർ കുർബാന കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഉന്നതമായ അഭിഷേകമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ്. അതാണ് വ്യത്യാസം. ഉടമ്പടി എടുക്കണ മുമ്പ് ഞാൻ കുർബാന കൂടുമായിരുന്നു. ജെയ്മി അങ്ങനെ പറയണത്. പക്ഷേ ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആഴമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴേ മുഴുവനും 100% കുർബാനയിലങ്ങനെ മുഴുകയാണ് നിൽക്കണമെന്നാണ്. ഓരോ വാക്കിലും, ഓരോ പാട്ടിലും, ഓരോ പ്രവർത്തനങ്ങളിലും. കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റൈറ്റിലെ കുർബാനയ്ക്കാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി. ഇപ്പോൾ ലാറ്റിൻ കുർബാന മാസത്തിനൊക്കെ ആണെങ്കിൽ മൗനമായ സമയങ്ങളുണ്ട്. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും. അത് വല്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട്. അനുതാപത്തിൻ്റെ, നിശബ്ദതയുടെ, ബഹളം ഇല്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമ്പോഴുള്ളൊരു ഹോംവർക്കാണ് ആ ടൈം. ദൈവമായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സേക്രഡ് സൈലൻസ് എന്ന് പറയണത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം, ദൈവമായിട്ട് നമ്മൾ ഗുരുതരമായൊരു ജീവിതമില്ല. പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത്. അപ്പം ആ ഒരു ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ ആത്മബന്ധത്തോടെ കാർലോ അക്യൂറ്റസിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ ധ്യാനത്തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പെരുവിരിപ്പുള്ള, ഇത്രയും സ്കൂളിലൊന്നും ഇരുത്താൻ കൊള്ളാത്ത
ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഈ മകനെയും കൊണ്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പം മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കും. അപ്പോൾ ജെയ്മി പറയും, ഡോക്ടർ തന്ന മരുന്നൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണില്ല എന്ന് പറയും. അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടർ എന്ന് പറയും. ആരാണ്? ഈശോനോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന്. ആ സാക്ഷ്യത്തിലൊക്കെ പോക്ക് കണ്ടില്ലേ? ഞാനൊരാളെ കണ്ടുമുട്ടിയെന്ന്. ആരെയാണ്? മാതാവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണ്. എന്നിട്ട് ജെയ്മി അതൊക്കെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ എനിക്ക് പുതിയ ആളല്ല, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് അമ്മേനെ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ്, നമ്മൾക്ക് അമ്മേനെ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിലത്. അത് വേറെ ഒരു ലെവലാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് 2004 ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷ പറയണത്. അത് സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട്, അപ്പോൾ ദുരന്തം ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസനം. അതാണ് കൃപാസനം മാതാവ്. അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത്. പക്ഷെ നീ ഈ ജെയ്മിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത്, അവൻ വളർന്നു വരികയാണ്, അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ മിനിമമാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാർ അവനെ കൈവെക്കരുത്, അവന് ജീവിച്ചു പോകണം. മിനിമമാണ് ഞാൻ ചോദിച്ചത്. അമ്മ തന്നത് മാക്സിമം ആണെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയുടെ കൂടാരമേ, സഞ്ചാരിയാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. ഒരാഴ്ച ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെയും മാറ്റണമേ എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുവേദനയെല്ലാം മാറി, എല്ലാം സുഖമായി. ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാലുമേ ബെൽറ്റ് ഇട്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പോലും ഞാൻ ഇതിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എൻ്റെ മോന് ഞാൻ 2022 മാർച്ചിൽ വന്നിട്ട് ഞാൻ പുതുക്കി. അപ്പോൾ പുതുക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ എൻ്റെ മോൻ്റെ ജോലിക്കാരി ഞാൻ മാച്ചു കളഞ്ഞു. കാരണം അവന് ശമ്പളമെല്ലാം വെട്ടിക്കുറച്ചിരുന്നു കൊറോണയായപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചായാലും കിട്ടണില്ലേ, തീരെ കിട്ടാത്തവരില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇവിടുന്ന് 2 കാശുരവും ബെഞ്ചിരിച്ച് 2 കാശുരവും തൈലവും ഉപ്പുമൊക്കെ എൻ്റെ മോന് ഞാൻ കൊടുത്തയച്ചു. എൻ്റെ മോൻ ദുബായിലാണ്, അവനും അവൻ്റെ ഭാര്യയും ദുബായിലാണ്, എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ ഒരു കൊന്ത പോലും കഴുത്തിലിടില്ല, ഒരു വെന്തിങ്ങ പോലും ധരിക്കില്ല. ഞാൻ പറഞ്ഞു, ഈ കാശുരൂപ നീ കഴുത്തിൽ ധരിച്ചോളൂ രണ്ടാളെന്ന് പറഞ്ഞു. അവരത് പ്രാർത്ഥനയോടെ കഴുത്തിൽ ധരിക്കുകയും അതിനുശേഷം അവന് ജോലിയിൽ കട്ട് ചെയ്ത എല്ലാ ശമ്പളവും കിട്ടുകയും പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കാനും മരുമകൾക്ക് ഒരു ജോലിയും ലഭിച്ചു. കമ്പ്യൂട്ടർ മേടിച്ച് കമ്പനി വർക്ക് കൂടാതെ പുറമേ നിന്ന് വർക്കുകളെ കിട്ടി അവൻ സുഖമായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഒക്ടോബർ 8 എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
വിസയും വിമാന ടിക്കറ്റും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നത്തെ നിയോഗം, ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറായിട്ടാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങിയത്. എൻ്റെ മോനോട് പറഞ്ഞു, ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു, അത് അമ്മയും മരുമകളും ചെയ്താൽ മതി, എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവേ, ഞാൻ ഷുഗറും പ്രഷറും എല്ലാം ഉള്ളൊരു രോഗിയാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്നെ ഉപവസിക്കാൻ പഠിക്കണം. അപ്പം ഞാനങ്ങനെ ഉപവസിച്ചു. 3 പ്രാവശ്യവും ഉപവസിച്ചു. ആദ്യത്തെ 2 പ്രാവശ്യം ഉപവസിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും ഉപവസിച്ചു. എനിക്ക് ഉപവസിക്കാൻ പറ്റി. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നല്ല ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഉപവസിക്കാൻ. അവനിപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്ത് എനിക്കൊരു ഉടമ്പടി തൈലവും ഉപ്പും തന്നിരുന്നു. എൻ്റെ 2ാമത്തെ മകളുടെ മകൾക്ക് ഒരു ദിവസം വയറുവേദനയായിട്ട് ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടി പ്രായം കഴിഞ്ഞതാണ്, ബ്ലഡ് യൂട്രസിൽ കെട്ടിക്കിടക്കുകയാണ്, അത് പുറത്തേക്ക് പോകാൻ ദ്വാരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അത് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും ശരിയായില്ല. എന്നിട്ട് 4ാമത്തെ പ്രാവശ്യം ചെയ്തു. 4ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് ഇരിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് തന്ന ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് മോൾ ഈ ഉപ്പിട്ടിട്ട് ഇരിക്കണം, ഈ തൈലം ഉള്ളിൽ പറ്റണമെന്ന് പറഞ്ഞു. കുട്ടി അതുപോലെ ചെയ്തു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി 3 കൊല്ലമായി ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് കറക്റ്റായിട്ട് മെൻസസ് വരുന്നു. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസ്സി. ഞാൻ ചാലക്കുടിയിൽ താഴൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2019 മാർച്ച് മാസം 4-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞതും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എനിക്ക് ഒരു പത്രം കിട്ടിയിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു കൃപാസന പത്രം തന്നിട്ടാണ് ഞാൻ അതിൽ നിന്ന് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ എനിക്ക് 4 കാര്യങ്ങളാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത്. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 15 വർഷമായിട്ട് ആധാരം ഇല്ലാണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. അതിനാൽ ഞങ്ങൾക്ക് ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കാതെ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങളാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ തറവാട് സ്ഥലം ഞങ്ങളുടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശങ്ങളും തീർന്നു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹോദരങ്ങളായിട്ട് തർക്കത്തിലായിരുന്നു. അവർക്ക് അവകാശം കൊടുക്കാത്ത കാരണം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ലോൺ എടുക്കാനും പറ്റണില്ല. പോരാത്തതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വഴിയുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ഈ പത്രിക വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ കൃപാസനത്തിലൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനിവിടെ വന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം വെച്ച നിയോഗമായിരുന്നു എൻ്റെ ആധാരം നഷ്ടപ്പെട്ട കാര്യം. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യത്തെ കാര്യമായിരുന്ന ആധാരത്തിൻ്റെ കാര്യം എനിക്ക് ശരിയാക്കി കിട്ടി. അതിന് ഞങ്ങൾ കീഴാധാരത്തിന് അപേക്ഷ വെച്ചു. കീഴാധാരം കിട്ടി. അതുവഴിയായിട്ട് ഞങ്ങൾക്ക് ആധാരം ശരിയാക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വഴിയില്ലാത്ത കാരണം ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വിഷമിച്ചു. ഞങ്ങൾക്ക് ലോൺ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അവകാശങ്ങൾ തീർക്കാനും ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിൽ വരാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചവർ കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വീണ്ടും ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി. എന്നിൽ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി.
ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകാൻ കുറേ വഴി ദൂരെ നടക്കണം ഞങ്ങൾക്ക് പള്ളിയിലേക്ക്. അതിന് ഒരു ദിവസം പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ കുർബാന സ്വീകരിക്കും, മാസത്തിലേക്ക് കുമ്പസാരമൊക്കെ നടത്തി ദൈവമായി കൂടുതൽ അടുത്ത് കുറേ നേരം ബൈബിൾ വായിച്ചു. അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ എന്നിൽ വളർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ ലോണിന് അപേക്ഷിച്ചത് അവർ പറയണേ ഇനി വീട്ടില്ല, നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ ലോൺ സൊസൈറ്റിക്കാർ വീണ്ടും എന്നെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ അപേക്ഷ വെച്ചോ, നിങ്ങളുടെ ലോൺ പാസ്സാക്കിയിട്ട് തരാം. അവർ